നമസ്കാരം എവ്രിബഡി, വെൽക്കം ടു മൈ ചാനൽ ദ ചെറിയൻ ഷോ. അങ്ങനെ ദൃശ്യം 3ന്റെ ട്രെയിലർ ഇന്നലെ ഇറങ്ങി. ഒരൊറ്റ ദിവസം, ഇന്നലെ വൈകുന്നേരത്താണ് സംഭവം ഇറങ്ങി. ഒറ്റ ദിവസം കൊണ്ട് 4 മില്യൺ വ്യൂസ് ആണ് കടന്നിരിക്കുന്നത്. അതൊന്ന് ഓർത്ത് നോക്കിയ ഒരു മലയാള സിനിമയിലാണ് മോനെ, അതിന്റെ ട്രെയിലറിലാണ്. അത് നമ്മുടെ ലാലേട്ടന്റെ ദൃശ്യത്തില്. ഓ, സൂപ്പർ 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 എക്സൈറ്റ്. ഇന്നലെ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇന്നലെ സംഭവം കാണണം എന്നുണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. അത്രയ്ക്കധികം തിരക്കായോണ്ട് കാണാൻ പറ്റിയില്ല. ഒന്ന് ഓടിച്ചു വിട്ടതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ ഇരുന്ന് കാണും ദൃശ്യം 3ന്റെ ട്രെയിലർ. തുടങ്ങാം. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. സത്യം. പെൻ സ്റ്റുഡിയോസ്, പാനോരമ സ്റ്റുഡിയോ, ആശീർവാദ് സിനിമാസ്. ഇയാളാണൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചുല്ലു പറഞ്ഞത്? ഓ മോനെ, പ്രസ്. ഓ, ഈ മോഹൻലാൽ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പോലീസിന്റെ രീതികൾ യു ഹാവ് സീൻ ഹിസ് ബ്രില്യൻസ്. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. അതേയുള്ള യു ഹാവ് വിറ്റ്നസ്ഡ് ഹിസ് ഡിഫൻസ്. ആളൊരു കുറുക്കനാണ്, ശുത്രശാലിയായ കുറുക്കൻ. ബട്ട് യു നെവർ സോ what it cost him. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാതെ? അവരെ രക്ഷിക്കാനാണ് ഓ, ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ ഏയ്, പുള്ളി ഓൾറെഡി കൺഫസ് ചെയ്തു ഞാൻ തന്നെ അങ്ങനെ to ചിന്തിച്ചു. his family. ചിത്തു ജോസഫ്, സർ, ഇപ്പോഴല്ലേ നമ്മുടെ ആന്റണി പെരുമ്പാവൂർ. ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ Yes, media. I want his full file on my desk as soon as possible. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ട്രെയിലർ എന്നൊക്കെ പറഞ്ഞ ഇതാണ് ട്രെയിലർ. ആ ലാസ്റ്റ് ഒരു രണ്ടുപേരും തമ്മിലുള്ള വക്കീലും പുള്ളിക്കാരിയും പിന്നെ ലാലേട്ടനും തമ്മിലുള്ള ഇങ്ങനെ നടന്നു പോകും. ഇതെല്ലാം തീർന്നെന്നല്ലേ പറഞ്ഞു. അപ്പൊ പുള്ളി ലാലേട്ടൻ ചോദിച്ചു, തീർന്നോ? ആ ഒരു ചിഹ്നം അവിടെ ഡേറ്റ് വരുന്നു. പിന്നെയും ഒരു എക്സൈറ്റ്മെന്റ് ആ ലെവലിൽ നമ്മളെ കൊണ്ട് നിർത്തി. അപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ഹൈപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫിലിമിന്റെ വിജയം, ഈ ഫിലിമിന്റെ സക്സസ്. ഇതുവരെ 2 ഭാഗങ്ങളിലും ഏറ്റവും കൂടുതലുള്ള ഇതിന്റെ ട്വിസ്റ്റ്, ഇതിന്റെ ഈ ഹൈപ്പും, ഇതിന്റെ പിന്നെ ഒരിക്കലും എന്താ പറയാ, നമ്മൾ ഇത് അവസാനിച്ചു അല്ലെങ്കിൽ ഇത് പുള്ളി പിടിക്കപ്പെട്ടു, ജോർജ് കുട്ടി പിടിക്കപ്പെട്ടു എന്ന സമയത്താണ് ഒരു പുതിയ ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ കഥ അങ്ങ് കറങ്ങി വരുവാണ്. അതാണ് ഈ ട്രെയിലറിന്റെ അകത്തും കണ്ടത്. കുറെ എലമെന്റ്സ് ഉണ്ട്. എന്തായാലും ഒരു കൺഫെഷൻ ഉണ്ട്. കൺഫെഷൻ എന്ന് പറയുന്നത് പുള്ളിയുടെ ഫാമിലിനോട് ഇത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് എന്തൊക്കെയാണ് ലാസ്റ്റ് ഭാഗങ്ങളിൽ പുള്ളി ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, അതാ പറഞ്ഞ ആ ആസിഡ് ഒഴിച്ച ആ സംഭവം, എല്ലുകളൊക്കെ നമ്മൾ കണ്ടാണ്. ദ്രവിക്കാനുള്ള പരിപാടി, ആസിഡ് ഒക്കെ ഒഴിച്ച് അത് ഞാൻ എന്റെ ഫാമിലിനോട് പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് ഞാനൊരു ക്രിമിനൽ ആണെന്നുള്ളൊരു സംഭവം ഇത്രയും എന്താ പറയുക, ഈ ലെവല് വരെ അച്ഛൻ പോവാൻ പറ്റുമല്ലോ. അപ്പൊ എങ്ങനെ അറിയാം ആ മൈൻഡ് സെറ്റ് ഒക്കെ നമ്മുടെ എങ്ങനെയായാലും ഹ്യൂമൻ ബിഹേവിയർ ആണ്, ഹ്യൂമൻ മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ അത് അങ്ങനെ തോന്നും. അതാണ് ലാലേട്ടനും പറഞ്ഞത്. എനിക്കും അങ്ങനെ ഒരു ക്രിമിനൽ ആണെന്നുള്ളൊരു ഇതൊരു എന്താ പറയുക, അകത്തൊരു സാധനം പൊട്ടി മുളച്ചിട്ടുണ്ട്. ആ വിത്താണ് ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു എല്ലാം. കാരണം എവിടൊക്കെയോ പുള്ളിക്ക് അറിയാം, എന്തൊക്കെയോ ചെയ്തു. ഇനി ഇത്രയും നാളായില്ലേ, ഞാൻ ഇത്രയും നാളും ഇതിങ്ങനെ കാത്തു സൂക്ഷിച്ചൊരു ഇങ്ങനെ നടക്കുന്നു. അപ്പം പുള്ളിക്ക് തന്നെ എന്തോ ഉണ്ട്. അതെന്തായാലും ഫാമിലിനോട് പറഞ്ഞു. വക്കീല് പുള്ളിക്കാരിക്കും അറിയാം. അങ്ങനെ അറിയാമല്ലോ, കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഏറ്റവും വലിയ ട്വിസ്റ്റ് മോനെ, ഈ വട്ടം പോലീസുകാര് മാത്രമല്ല, മീഡിയയും ഈസ് ബിഹൈൻഡ് ഹിം. അതാണ്
പ്രസിന്റെ ഒരു രണ്ടുപേരെ നമ്മൾ കാണിച്ചു. ഫലിയുടെ കൂടെ കെട്ടിയോളാണ് എന്റെ മാലാക, അതിൻ്റെ അകത്ത് കണ്ട ആക്ട്രസ് ആണ്. പുള്ളിക്കാരി ഇതിൻ്റെ അകത്തുണ്ട്, പുള്ളിക്കാരി ഇതിൻ്റെ അകത്തുണ്ട്. രണ്ടുപേരും കൂടി പ്രസ്സാണ്. സാധാരണ ഉള്ളതാണ്, നമ്മൾ കുറെ കേസുകളിലൊക്കെ കണ്ടാണ്. മീഡിയയുടെ ഒരു അറ്റൻഷൻ എപ്പോഴും ഇതുപോലത്തെ കേസുകളിൽ എപ്പോഴും കാണും. അവരും അവരുടെ ഒരു സൈഡില് ഒരു അറിയാവുന്ന ഒരു സാധാരണ ഒരു TRP കാര്യങ്ങളൊക്കെ കൂട്ടാൻ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങളുടെ TV ഷോ ഞങ്ങളുടെ ചാനലിൽ ഫസ്റ്റ് ആയി എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ, കുറെ ചാനലുകൾ ഞങ്ങൾ പറയാറുണ്ട്. അപ്പൊ ആ ഒരു സംഭവം തന്നെ ഈ കേസ് പോലീസിന് പോലും എന്താ പറയുക ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം മീഡിയ ഇതിന് പുറകെ നടക്കുന്നു, അവര് കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, അവരുടെ TV-യിൽ അത് അവരുടെ ചാനലിൽ അത് അവര് ടെലികാസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ കുറെ വ്യൂവേഴ്സ് ആണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ആ സംഭവം തന്നെയാണ് ഏതോ ഒരു ചാനലുകാര് ജോർജ് കുട്ടിയുടെ പുറകെ തന്നെ ഉണ്ട്. അവർക്ക് എന്തോ ഹിന്റുകൾ കിട്ടുന്നു. കാരണം ഇവരെ കുറെ ടീമുകളുണ്ട്, ഇവർ പലവരും ഇന്റർവ്യൂ ചോദിക്കുന്നു, അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ പോലീസുകാരെ ഇത്രയും കേസുകളുണ്ട്. അപ്പൊ അവർക്ക് ഒരു കേസിന്റെ പുറകെ തന്നെ ഇത്രയും പോകാൻ സമയമില്ല. പക്ഷെ ഇവർക്ക് ഒരു കേസിനായിട്ട് ഉള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 പേരുണ്ട്. ആ 2 പേരായിരിക്കണം ചിലപ്പോ ഈ വട്ടം ജോർജ് കുട്ടിക്ക് പണി കൊടുക്കാൻ പോകുന്നത്. എന്തായാലും കിഡു ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ്. ഒരു വേറൊരു 21 എന്ന് പറയുന്നത് ഇന്ന് 11 10 ദിവസം ഉണ്ട്. ഇനി 10 ദിവസം എന്ന് പറയുമ്പോൾ ടീസർ ഇറക്കി. ഇപ്പൊ ട്രെയിലർ കഴിഞ്ഞ ആഴ്ച ടീസർ ഇറക്കിയാണ്. നിങ്ങൾ ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ടീസറിന്റെ റിയാക്ഷൻ പോയി കാണാം. ഞാൻ ടീസറിന്റെ റിയാക്ഷൻ ഇട്ടിട്ടുണ്ട്. 10 ദിവസം അഡ്വാൻസ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങി. അത് നിങ്ങളുടെ എന്റെ ഡൽഹിയിൽ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളും ബുക്ക് മൈ ഷോയിൽ പോയി നോക്കിയാൽ മതി. ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് അതിൻ്റെ ഇട്ടാൽ മതി. അപ്പൊ അത് എപ്പോഴാണ് നിങ്ങളുടെ പ്രിമൈസസ് സിറ്റിയിലൊക്കെ ഓപ്പൺ ആവുന്നത് അത് അന്നേരം നോട്ടിഫിക്കേഷൻ വരും. എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെയാണ് ആഗ്രഹം. ടിക്കറ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും പോവും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, അല്ലെങ്കിൽ അടുത്ത ദിവസം പിടിച്ച് ഇത് പടം തൂക്കും. അത്ര എനിക്ക് പറയണോ, തൂക്കണം. യെസ്, സൂപ്പർ എക്സൈറ്റഡ്. അപ്പം കിഡു ട്രെയിലർ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് പടത്തിന്റെ റിവ്യൂവിൽ കാണാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് പിന്നെ ഒരു സബ്സ്ക്രൈബിങ് കൂടെ അടിച്ചോ. ഓക്കെ, അൺടിൽ ദെൻ ടേക്ക് കെയർ.